അർജന്റീനയെ ട്രോളിയ കേരള പോലീസിന്റെ പോസ്റ്റ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവാവ്. മലപ്പുറം സ്വദേശിയായ യുവാവാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. മുൻനിര ടീമായ അർജന്റീനയെ മോശമായി ചിത്രീകരിച്ചു, വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി ഔദ്യോഗിക പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്തു എന്നതടക്കം ആരോപിച്ചാണ് പരാതി. ഇക്കാര്യങ്ങൾ പരിഗണിച്ച ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. കേരള ജനതയ്ക്കൊപ്പം തങ്ങളുണ്ടെന്ന പോലീസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലായിരുന്നു അർജന്റീനയെ ട്രോളിയത്. വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ തോളിൽ കൈവച്ചു നിൽക്കുന്ന റഫറിയുടെ ചിത്രത്തിനൊപ്പം കേരളത്തെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പോലീസിന്റെ ചിത്രമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിൽ. അടൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ രാജൻ ജോസഫിനെ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. മറ്റു ചില പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ നിരവധി പേർ കണ്ടിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട അടൂർ പോലീസ് രാജൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അമ്മയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ജി സുധാകരന് നടൻ ദേവന്റെ മറുപടി. കഴിഞ്ഞ ഏതാനും നാളുകളായി വളരെ നാടകീയമായ കാര്യങ്ങളാണ് താരസംഘടനയായ അമ്മയിൽ നടക്കുന്നത്. ഭരണസമിതിയുടെ കൂട്ടരാജിയും പിന്നാലെ വന്ന അഡ്കോ കമ്മിറ്റിയും അൻസിബാസിന്റെ കേസുമെല്ലാമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സംഘടന. ഇതിനിടെ അമ്മ സംഘടനകൾക്ക് തന്നെ അപമാനമാണെന്നും പിരിച്ചുവിടണമെന്നും മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് നടൻ ദേവൻ. അമ്മയെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമാണ് ജി സുധാകരൻ അങ്ങനെ പറഞ്ഞതെന്നാണ് ദേവൻ പറയുന്നത്. അമ്മയെ പിരിച്ചുവിടണമെന്ന് പറയുന്ന സുഹൃത്തുക്കളായ രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾ ശരിക്കും അമ്മയെ പഠിക്കൂ, പഠിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ എന്നായിരുന്നു ദേവന്റെ വാക്കുകൾ. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദേവൻ. നാദാപുരം അരൂരിലെ മാവേലി സ്റ്റോറിൽ വീണ്ടും പാമ്പുകടി. മറ്റൊരു ജീവനക്കാരിക്കും പാമ്പുകടിയേറ്റു. താൽക്കാലിക ജീവനക്കാരിയായ വീട്ടി നിഷയ്ക്കാണ് പാമ്പുകടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. കാലിൽ കടിയേറ്റ നിഷയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ നിരീക്ഷണത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 ആഴ്ച മുമ്പാണ് ഇവിടുത്തെ ജീവനക്കാരിയായ മല്ലികയ്ക്ക് സമാന രീതിയിൽ പാമ്പുകടിയേറ്റത്. തുടർന്ന് ജീവനക്കാരും RRT സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തിരിഞ്ഞെങ്കിലും പാമ്പിനെ കണ്ടെത്താനായിരുന്നില്ല. സ്റ്റോറിന്റെ പിൻഭാഗത്ത് അനേകം പൊത്തുകൾ നിലനിൽക്കുന്നുണ്ട്. PMC പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PS-ന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് അവസരമില്ലെന്ന് രതീഷ് കാളിയാടന്റെ ലേഖനത്തിൽ പറയുന്നത്. LDF മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയാണെന്നും ലേഖനത്തിൽ പറയുന്നു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയാണ് പ്രോ രതീഷ്. PMCയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥിതിയിൽ പദ്ധതിയിൽ നിന്ന് നിയമപരമായി പിന്മാറാനാകുമോ എന്നത് നിയമവിദഗ്ധർ ആഴത്തിൽ പരിശോധന നടത്തി വ്യക്തത വരുത്തേണ്ട സമസ്യയാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു.